എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് 2025 ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 21,413 ഒഴിവുകളുമായിട്ട് ഗ്രാമീൺ ഡാക് സേവകിൻ്റെ 2025 നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ SLCക്ക് ഫുൾ A+ ലഭിച്ചവർക്ക് മാത്രമേ ഈ ജോലി ലഭിക്കുകയുള്ളൂ എന്ന് ഒരുപാടധികം കമൻസുകൾ കാണാനിടയുണ്ടായി. അപ്പോൾ മാർക്ക് കുറഞ്ഞവർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ മാർക്ക് നിങ്ങൾക്ക് SLCക്ക് ഫുൾ A+ ഇല്ല, അല്ലെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ കൂടുതലായും ABPM അല്ലെങ്കിൽ ഡാക് സേവക് വേക്കൻസീസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം BPM പോസ്റ്റിന് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 4 മണിക്കൂറുള്ള പോസ്റ്റ് ഓഫീസിന് 12,000 രൂപയാണ് ബേസിക് സാലറി വരുന്നത്. ABPM ഡാക് സേവകിന് 10,000 രൂപ മാത്രമാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത്. ഈ ഒരു ബേസിക് സാലറിയോടൊപ്പം തന്നെ DAയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. എങ്കിലും സാലറി കുറച്ച് കുറഞ്ഞ ABPM ഡാക് സേവക് വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, മാർക്ക് കുറഞ്ഞവർ. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസസ് പ്രിഫറൻസിൽ ആദ്യം വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീടിനടുത്ത് വരുന്ന പോസ്റ്റ് ഓഫീസുകളിൽ മാർക്ക് കുറഞ്ഞവർ പ്രിഫറൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് മാർക്ക് കുറഞ്ഞവർക്ക് ജോലി ലഭിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളത് സംവരണ സീറ്റുകളിലാണ്. OBC, EWS, അതുപോലെ തന്നെ SC/ST സംവരണ സീറ്റുകളിലൊക്കെ മാർക്ക് കുറഞ്ഞവർക്ക് ജോലി ലഭിക്കാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവരണ സീറ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേന്ദ്ര സർക്കാരിൻ്റെ ജോലി വേക്കൻസി ആയതുകൊണ്ട് തന്നെ EWS സർട്ടിഫിക്കറ്റുകൾ താലൂക്ക് ഓഫീസിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ താലൂക്ക് ഓഫീസിൽ ബന്ധപ്പെട്ട് EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ മാത്രം EWS കാറ്റഗറി അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ വെരിഫിക്കേഷൻ്റെ സമയത്ത് EWS സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലഭിച്ച ജോലി നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ OBC സർട്ടിഫിക്കറ്റ്, OBC വേക്കൻസീസിന് അപ്ലൈ ചെയ്യുന്നവർ വാങ്ങേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് നമുക്ക് OBC സർട്ടിഫിക്കറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ SLCയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീടിനടുത്ത് ജോലി നേടാൻ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യം ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.